ഈജിപ്തിനും ഗസയ്ക്കുമിടയിലെ റഫ അതിർത്തി ക്രോസിംഗ് വീണ്ടും തുറന്നു. 2 ദിവസം അടച്ചിട്ട ശേഷമാണ് ക്രോസിംഗ് വഴിയുള്ള യാത്ര പുനരാരംഭിച്ചത്. 2 വർഷം പൂർണ്ണമായും അടച്ചിട്ടിരുന്ന അതിർത്തി ഈ മാസം ആദ്യമാണ് തുറന്നിരിക്കുന്നത്. എന്നാൽ പരിമിതമായ അളവിൽ മാത്രമാണ് ഇതുവഴി ഫലസ്തീനികളെ ഇസ്രായേൽ സേന കടത്തിവിടുന്നത്. മുഹമ്മദ് അബ്ബാസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, റഫ അതിർത്തി തുറന്നപ്പോഴും പരിമിതമായ അളവിൽ മാത്രമാണ് ആളുകളെ കടത്തിവിട്ടത്. അതായത് ഒരു 2-3 ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു 5-6 പേരെ മാത്രം കടത്തിവിടുന്നത്, അതും അടിയന്തര സാഹചര്യമുള്ളവരെ മാത്രം കടത്തിവിടുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ അതിർത്തിയിൽ മാത്രം ഒരു പിഞ്ചു കുഞ്ഞു ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്താണ് ഇന്നിപ്പോൾ റഫ അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നത്? ഗസയിൽ ഇന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അനീഷ, റഫ അതിർത്തി ഫെബ്രുവരി 1 മുതലാണ് ഇസ്രായേൽ സേന തുറക്കാൻ തീരുമാനിച്ചത്. 2 വർഷം, ഏകദേശം 2 വർഷം അടച്ചിട്ട ശേഷമാണ് ഈ ഒരു അതിർത്തി തുറക്കാനുള്ള ഇസ്രായേൽ ഭരണകൂടത്തിന് തീരുമാനമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത്, ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിയാൽ തങ്ങൾ റഫ അതിർത്തി തുറക്കാമെന്ന ഇസ്രായേലിൻ്റെ നിലപാടായിരുന്നു. ആ അവശേഷിപ്പ് കിട്ടി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് റഫ അതിർത്തി തുറന്നത്. ഫെബ്രുവരി 1 പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കുന്നു. ഫെബ്രുവരി 2 5 രോഗികൾ അടക്കം 12 പേർ മാത്രമാണ് റഫ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് ചികിത്സാ ആവശ്യാർത്ഥം പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിന് ശേഷം പിന്നീട് 2 ദിവസം അടച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിന് ശേഷമാണ് വീണ്ടും ഇന്ന് ഉച്ചയോടുകൂടി റഫ അതിർത്തി തുറന്നതായിട്ട് ഈജിപ്തിലെ അൽ കൈറോ വാർത്താ ഏജൻസി ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിർത്തി വീണ്ടും തുറന്നിട്ടുള്ളത്. ഇതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് ഈ ടെലിവിഷൻ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഇസ്രായേൽ ഭരണകൂടമോ ഇസ്രായേൽ അധികൃതരോ ഒരു ഔദ്യോഗിക കൺഫർമേഷൻ തന്നിട്ടില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ അതിർത്തി തുറന്നിട്ട്. എന്നിട്ട് പോലും 2 ദിവസം അടച്ചിടാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് റഫ അതിർത്തി ഗസക്കാർക്ക് മുമ്പിൽ കൊട്ടിയടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഇസ്രായേലിൻ്റെ പ്രതിലോമകരമായ ഒരു നിലപാടിൽ നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും 6 പേര് മാത്രമാണ്, 36 രോഗികൾ മാത്രമാണ്, ഇതടക്കം 62 പേരാണ് ഇതുവരെ ഫലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് റഫ അതിർത്തി കടന്ന് ഈജിപ്തിലെത്തിയിട്ടുള്ളത്. 50 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാം, അഥവാ ആകെ 100 പേരെ കടത്തിവിടാം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാടുണ്ടായിരുന്നത്. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് 50 പേരെയും, അതുപോലെ ഗസയിലെ യുദ്ധം തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ 50 പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാം എന്നുള്ളതാണ് ഇസ്രായേൽ ഭരണകൂടം നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതൊരു വളരെ പരിമിതമായ അളവ് മാത്രമാണ്. ഇതുപോലും പ്രാബല്യത്തിലാക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആകെ രോഗികളടക്കം 62 പേര് മാത്രമാണ് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് UN റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിമിതമായ അളവിൽ റഫയിലെ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നത് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. കാരണം 22,000-ഓളം രോഗികളാണ് അടിയന്തര ചികിത്സ ആവശ്യപ്പെട്ട് റഫ അതിർത്തിയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി പൂർണ്ണ തോതിൽ തുറക്കുകയും ചികിത്സാ ആവശ്യാർത്ഥം കഴിയുന്ന രോഗികൾക്ക് അടിയന്തര മെഡിക്കൽ സഹായം ലഭിക്കുന്നതിന് വലിയ അളവിൽ തന്നെ ഈ അതിർത്തി തുറക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.